ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അച്ചാച്ചനുണ്ട്, അമ്മമ്മയുണ്ട്, അച്ഛനമ്മ, പിന്നെ അന്നക്കുട്ടിയും കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് യാത്ര. ഞങ്ങൾ രാവിലെ ഒരു 8-8:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ നിന്നൊരു 1 മണിക്കൂറിന് മേലെ യാത്രയുണ്ട്. അപ്പോൾ വീക്ക് ഡേയ്സ് ആയിരുന്നു, ചൊവ്വാഴ്ച ദിവസമാണ് പോയത്. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചായിരുന്നു പോയത്. പക്ഷെ അങ്ങനെയല്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, കാലൊക്കെ കഴുകി വൃത്തിയായി അമ്പലത്തിനകത്ത് കയറി. പിന്നെ അമ്പലത്തിനകത്തേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ളത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണെന്നും ബോർഡിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ തൊഴുത് ഇറങ്ങി. ഞാൻ കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഭസ്മം കിട്ടി, അതൊക്കെ തൊട്ടു. പിന്നെ അച്ചാച്ചൻ അമ്പലത്തിനകത്തൊന്നും കയറിയിട്ടില്ല കേട്ടോ. അച്ചാച്ചൻ നേരെ പോയത് പ്രസാദം കിട്ടുന്ന സ്ഥലത്തേക്കാണ്. നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ മെയിനായിട്ടുള്ള പ്രസാദം എന്ന് പറയുന്നത് ഈ പയറും തേങ്ങാക്കുത്തും ചായയാണ്. അപ്പോൾ അതാണ് അവിടുത്തെ മെയിൻ. അവിടെ വരുന്ന എല്ലാവർക്കും കിട്ടും. അപ്പോൾ അമ്പലത്തിലൊന്നും കയറാതെ ഇങ്ങനെ നേരെ പ്രസാദം വാങ്ങാൻ പോയ അച്ചാച്ചനാണ് ഈ ഇരിക്കുന്നത്. അച്ചാച്ചനെ കണ്ടു. അച്ചാച്ചന് പറശ്ശിനിക്കടവ് പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു സംഭവം, ഈ ഒരു പ്രസാദം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ എത്തി ഞങ്ങളും പ്രസാദമൊക്കെ കഴിച്ചു. അച്ചാച്ചന് ഒരു ഭസ്മൊക്കെ തൊട്ട് കൊടുത്തു. അമ്പലത്തിൽ വന്നതല്ലേ അച്ചാച്ച, നമുക്കൊരു ഭസ്മം തൊടാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളും പ്രസാദമൊക്കെ വാങ്ങി കഴിച്ചു. ആക്ച്വലി നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്നറിയില്ല, മുത്തപ്പൻ്റെ അടുത്ത് പോയി കഴിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് തോന്നിയാണെന്നറിയില്ല. നമ്മൾ സാധാരണ പയറും ഒരു തേങ്ങാക്കൊത്തും ഉള്ളൂ, പക്ഷേ എന്തോ നല്ല ടേസ്റ്റാണ്. ആ വാഴയിലയിൽ ഇങ്ങനെ അത് എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ ചായ കിട്ടും. ചായ ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ ആ പയറും തേങ്ങാക്കൊത്തും നല്ലതാണ് കേട്ടോ. പിന്നെ സ്ത്രീകളെയും പുരുഷന്മാരോട് സെപ്പറേറ്റ് ആയിട്ടാണ് ഇരുത്തുക. അപ്പോൾ അച്ചാച്ചനൊക്കെ അപ്പുറത്തിരുന്നു, ഞങ്ങൾ ഇപ്പുറത്തിരുന്ന് അതൊക്കെ കഴിഞ്ഞു. പ്രസാദമൊക്കെ കഴിച്ച് ചെറിയൊരു ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ നേരെ ഇറങ്ങി. പിന്നെ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി കടകളാണല്ലോ. ഏതാ വാങ്ങണ്ടേ തിരിയില്ല. പണ്ടേ ചെറുപ്പത്തിൽ വരുമ്പോൾ മെയിൻ ലക്ഷ്യമായിരുന്നു ഈ പുറത്തുനിന്നുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളത്. ഈ വള, മാല, മുത്തുമാല പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ അത് തന്നെയായിരുന്നു. അമ്മമ്മയൊക്കെ കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങാനുള്ള തിരക്കിലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാലയും വളയൊക്കെ വാങ്ങുന്നതിൻ്റെ തിരക്കിലായിരുന്നു. എന്തായാലും ചെറിയ കമ്മലൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ പ്ലാൻ പ്രകാരം ഞങ്ങൾ വിചാരിച്ചിരുന്നത് നേരെ വീട്ടിലേക്ക് പോകാമെന്നായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞങ്ങൾ അവിടെ ഒരു ഏബിൾ വില്ലേജ് ഒരു 3-4 മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് കേട്ടോ. അപ്പം അവിടെ നമ്മുടെ നാട്ടിലൊരു പുതിയൊരു സംവിധാനം വന്നിട്ട് നമ്മളത് പോയില്ലെങ്കിൽ ശരിയല്ലല്ലോ. അങ്ങനെ വിചാരിച്ചു എന്തായാലും എല്ലാവരും കൂടെ ഇറങ്ങിയതല്ലേ, നമുക്ക് അങ്ങോട്ട് പോകാമെന്നുള്ളത്. ഏബിൾ വില്ലേജ് വേറൊന്നുമല്ല, ഇങ്ങനെ കുറേ ബേർഡ്സും പെറ്റ് സ്റ്റേഷൻ പോലെയാണ്. പിന്നെന്താ കുറച്ചുണ്ട് അത്യാവശ്യം അവിടെ കാണാൻ. മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുൾ പ്രോഗ്രസ്സിങ് ആണ് ഇപ്പോഴും, അതിൻ്റെ ഫുൾ ഓണായിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ആർക്കിടെക്ചറിങ് ആണ്. അവിടെ എല്ലാം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എല്ലാ കാര്യങ്ങളും, ബേർഡ്സിനെ ആണെങ്കിലും പിന്നെ അവർ പോകുന്ന റൂട്ട്, നമ്മൾ നടന്നു പോകുന്ന വഴികളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 200 രൂപയാണ് ചാർജ് വരുന്നത്. അത് വെച്ച് നോക്കുമ്പം ടിക്കറ്റ് ചാർജ് ഉണ്ട്, പക്ഷേ അതിനകത്ത് അത്യാവശ്യം അവർ പണി ചെയ്തിട്ടുണ്ട്. അതിന് ബിൽഡായി വരുന്നതല്ലേ ഉള്ളൂ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഫോട്ടോ സ്പോട്ട്, പിന്നെ എന്താ കേവ്, പിന്നെ ചിൽഡ്രൻസ് പാർക്ക്. ഇതിനൊക്കെ എക്സ്ട്രാ വീണ്ടും ചാർജ് വരും കേട്ടോ. അത് വേറെ കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടണൽ അക്വേറിയം, ബേർഡ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാനാണ് നമ്മൾ ആദ്യം ഇനീഷ്യലി കൊടുക്കുന്ന 200 രൂപ. അത് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ ഫെയർ വരുന്നുണ്ട്. അതൊരു കഷ്ടമാണ്. പിന്നെ ഈ മീനിനൊക്കെ തീറ്റ കൊടുക്കണതൊക്കെ, അതൊക്കെ നമ്മൾ ആ ചാർജിൽ തന്നെ വരുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കയ്യിലിങ്ങനെ വരുമ്പോൾ നല്ല ഇക്കിളി കൂടുക എന്ന് പറയില്ലേ, നല്ല അടിപൊളി പരിപാടിയാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അവസാനം ചേച്ചി പറഞ്ഞു, മക്കളെ ഒരുപാട് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻ ചത്തുപോകും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. പിന്നെ മെയിൻ ഹൈലൈറ്റിംഗ് പരിപാടി ഇതായിരുന്നു, പാമ്പിനെ എടുത്തിട്ടുള്ള ഫോട്ടോ എടുക്കൽ. എല്ലാവർക്കും പേടിയായിരുന്നു. അപ്പം എനിക്കും നല്ല പേടിയുണ്ടാവും. എൻ്റെ മുഖം കണ്ടറിയാം എനിക്ക് മരണപ്പേടിയുണ്ട്. പക്ഷേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതിനെടുത്ത് ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യം ഇങ്ങനെ കയ്യിൽ വെച്ച സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ കയ്യിൽ നിന്നെടുത്ത് മാറ്റിയപ്പോഴത്തേക്കും പാമ്പ് ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് വന്നപ്പോൾ എനിക്ക് നല്ലോണം പേടിയായി. എന്തായാലും അത്യാവശ്യം നല്ല ഫോട്ടോയൊക്കെ കിട്ടി. അപ്പം അത് നല്ലൊരു പരിപാടിയായിരുന്നു, ഈ പാമ്പിനെ എടുത്തിട്ടുള്ള ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ എന്താ കേവ്, ഈ കേവിനൊക്കെ എക്സ്ട്രാ ചാർജാണ് കേട്ടോ. 50 രൂപ വെച്ചിട്ട് ഒരാൾക്ക് കൊടുക്കണം. പിന്നെ എന്തായാലും പൈസ കൊടുത്ത് അകത്ത് കയറിയല്ലോ, എല്ലാം ഒന്ന് കണ്ടറിഞ്ഞിട്ട് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാനും അന്നക്കുട്ടിയും മാത്രമേ കേവിൽ കയറിയിട്ടുള്ളൂ. ഇങ്ങനെ ഇടയ്ക്കൊന്ന് പേടിപ്പിക്കുന്ന ഹൊറർ പരിപാടികളൊക്കെയാണ് ആ കേവിനകത്തുള്ളത്.
കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഈ ബാഹുബലിൻ്റെ സ്റ്റാച്ചു പറഞ്ഞ പരിപാടി, പിന്നെ ഇത് ചിൽഡ്രൻസ് പാർക്ക്, അതിനും ഉണ്ട് കേട്ടോ എക്സ്ട്രാ ഫെയർ. അതിലൊന്നും പിന്നെ ഞങ്ങൾ കയറാൻ പോയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ നോക്കുമ്പോൾ കഫേ കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് വിട്ടു. കാര്യം നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു, നല്ല വെയിലും നല്ല ചൂടും, അത്യാവശ്യം നന്നായി ക്ഷീണിച്ചു. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ടാവാൻ കരുതി. അവിടെ ചെന്നപ്പോൾ നോക്കുമ്പോൾ സദ്യയാണ് ഉള്ളത്. അപ്പോൾ സാധാരണ ദിവസങ്ങളിലൊക്കെ ബിരിയാണി ഉണ്ടാവാറുണ്ട്, അന്നത്തെ ദിവസം മാത്രം ബിരിയാണി ഇല്ലാത്തേ എന്നവർ പറഞ്ഞു. അതിൽ ഞങ്ങൾക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ സദ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഫിഷിംഗ് സ്പോട്ട് ഉണ്ട് കേട്ടോ. അത് നല്ല രസമാണ്. അവിടെ ഇങ്ങനെ ആർട്ടിഫിഷ്യലി റെയിൻ പോലെ വരുത്തിയിട്ട്, അപ്പോൾ അതിൻ്റെ അടുത്ത് നല്ല എന്താ പറയുക, കാറ്റും കൂടെ വീശുമ്പോൾ നല്ല സുഖമാണ്. ഇത് കണ്ടില്ലേ, അച്ചാച്ചൻ ഉറങ്ങിപ്പോയി അവിടെ. പിന്നെ ഞാൻ അവിടെ വിട്ടുപോയൊരു കാര്യമുണ്ട്, കാലിത്തൊഴുത്ത് പറഞ്ഞിട്ട് പശുക്കളുടെയൊക്കെ ബ്രീഡ്സൊക്കെ ഉള്ളതാണ്, ഞാൻ വിട്ടുപോയി. പിന്നെ നമുക്ക് പച്ചക്കറി വിത്തും അങ്ങനെയുള്ള കുറച്ച് സെയിൽസും കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അധികം നേരമൊന്നും ഞങ്ങൾ നിന്നില്ല, അത്യാവശ്യം എല്ലാം കണ്ടു എന്ന് അറിഞ്ഞപ്പോൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പം ആ മഴയും ഉച്ചക്കത്തെ പോയി വന്നതിൻ്റെ ക്ഷീണമൊക്കെ കാരണം ഞങ്ങൾ നേരെ പോയി കിടന്നുറങ്ങി. അതാണ് ഉണ്ടായത്. അങ്ങനെ പറശ്ശിനിക്കടവും ഏബിൾ വില്ലേജ് യാത്രയ്ക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ. ടാറ്റാ ബൈ.